ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇത്രയും കാലം സിട്രോയിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് അവരുടെ വാഹനങ്ങളിൽ അധികം ഫീച്ചേഴ്സ് ഇല്ല ആൻഡ് കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ഓൾമോസ്റ്റ് സെയിം ആണ്, ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഒരു ഡീസൻറ്റ് ലെവലേ ഉള്ളൂ, ക്വാളിറ്റി കുറവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ കുറച്ച് കാലത്തേക്ക് സേഫ്റ്റിയുടെ പ്രശ്നം ആൾക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ ഈ അടുത്ത് ബസാൾട്ട് ഇറക്കിയ സമയത്ത് അവർ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചിട്ടാണ് ഇറക്കിയത് എന്ന് പറയും. ഫീച്ചേഴ്സ് ആവശ്യത്തിനുണ്ടായിരുന്നു, പ്രൈസ് കുറയ്ക്കാൻ 1.2 എന്നെ എഞ്ചിനും കൊടുത്തു. പക്ഷേ എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കാത്ത വേറൊരു സംഭവമുണ്ട്. ബസാൾട്ടിൽ മാത്രമല്ല, ഈ പറഞ്ഞ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ അവർ C3 എയർ അതുപോലെ തന്നെ നോർമൽ C3 ഹാച്ചിലും കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ആദ്യം C3 എയർ ക്രോസിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് അവർ ഇതിനകത്ത് ഓട്ടോമാറ്റിക് കൊടുത്തിട്ടില്ലായിരുന്നു, ജസ്റ്റ് മാനുവൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫീച്ചേഴ്സ് കുറേയൊക്കെ മിസ്സിംഗ് ആയിരുന്നു ആ പ്രൈസ് പോയിന്റിൽ. പക്ഷേ എന്തായാലും ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ എന്നാൽ ഹെഡ് ലാംപ്സ് പഴയ ഹാലജൻ നോർമൽ ഹെഡ് ലാംപ്സ് മാറ്റിയിട്ട് LED പ്രൊജക്ടർ ലൈറ്റ്സ് ആയിട്ടുണ്ട്. അത് കാണാനും രസമുണ്ട്. അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫോഗ് ലാംപ്സ് ഇപ്പോഴും നമ്മുടെ സാധാരണ ഹാലജൻ ലൈറ്റ്സ് തന്നെയാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ പറയുന്ന പോലെ ഫോഗിലൊക്കെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതിന് ഹാലജൻ ഫോഗ് ലാംപ്സ് വേണം. അത് ഞാൻ മിക്ക വീഡിയോസിലും പറയുന്നതാണ്. LED ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. ബമ്പറിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് ഗ്രില്ലിപ്പോഴും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കിട്ടുന്നത്. അക്കാര്യത്തിലൊന്നും വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. കുറച്ച് ഫീച്ചേഴ്സ് അപ്ഗ്രേഡ്സ് മാത്രമേ ഉള്ളൂ. ഇത് ഫേസ് ലിഫ്റ്റ് അല്ല കേട്ടോ, ജസ്റ്റ് അപ്ഡേറ്റഡ് മോഡലാണ്. പിന്നെ നമ്മളിതിൻ്റെ അകത്തോട്ട് വരുമ്പോൾ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. വീണ്ടും ഇതൊരു അപ്ഡേറ്റഡ് മോഡൽ ആയതുകൊണ്ടും ഫേസ് ലിഫ്റ്റ് അല്ലാത്തതുകൊണ്ടും ഡാഷ്ബോർഡിൻ്റെ ഡിസൈനിൽ നമുക്ക് വേറെ വ്യത്യാസമൊന്നും പറയാനില്ല. ഈവൻ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ പോലും ഈ അകത്തെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണെങ്കിലും അതൊക്കെ സെയിം ആയിരിക്കും. ഫീച്ചേഴ്സ് പുതിയത് വന്നിരിക്കുന്നത് ഞാൻ പറയാം. ആദ്യത്തേത് ഓട്ടോ AC ആണ്. ഇത്രയും കാലം നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിരുന്ന ഒരു സാധനമാണ്. ഇത്രയും പ്രൈസ് ഉള്ളൊരു വണ്ടിയിൽ പോലും അവർ മാനുവൽ AC ആണ് കൊടുക്കുന്നത് എന്നുള്ളത്. ഫൈനലി ഓട്ടോ AC വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു ചെറിയ ഡിസ്പ്ലേ പാനലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് ടച്ച് ബേസ്ഡ് ഒന്നല്ല, നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് ഒക്കെ വെച്ച് വരുന്ന ബട്ടൺസ് ഒക്കെ ഉള്ള നല്ല AC കൺട്രോൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനും വലിയ പ്രശ്നമില്ല. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് നമുക്ക് ഈ പറയുന്ന 12 വോൾട്ട് പവർ സോക്കറ്റും അതുപോലെ നമ്മുടെ USB ചാർജിങ് സോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ബേസിക് വേരിയൻസിലൊക്കെ ഇപ്പോഴും മാനുവൽ AC തന്നെ ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ടോപ്പ് എൻസിലാണ് അവർ ഈ അപ്ഗ്രേഡ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിന് പുറമെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഫ്ലിപ്പ് കീ അവൈലബിൾ ആണ്. പണ്ട് സാധാരണ കീ ആയിരുന്നു, നമ്മൾ ഫ്ലിപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇപ്പോഴും ഇല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഫ്ലിപ്പ് കീ എങ്കിലും കൊടുത്തു. പിന്നെ അടുത്ത അപ്ഗ്രേഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ORVMs വന്നു എന്നുള്ളതാണ്. നേരത്തെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs C3 എയർ ക്രോസിലുണ്ടായിരുന്നു. C3 ഇനീഷ്യലി ഇറക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് അതും ഇല്ലായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റേജിൽ C3 ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs കൊടുത്തു. ഇപ്പോൾ ബസാൾട്ടിലാണ് ഇലക്ട്രിക് ഫോൾഡിംഗ് ORVMs വന്ന്. അത് ഈ രണ്ട് വണ്ടികളിലും കൂടെ അവരിപ്പോൾ വീണ്ടും കൊടുത്തിട്ടുണ്ട്. എഗെയിൻ അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിട്ട് പറയും. ഇതിപ്പം ഇന്നത്തെ കാലത്ത് ഇവർ ഇപ്പോഴാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ വരുമായിരിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. അപ്പോൾ അവർ കൊടുത്തു എന്ന് നമുക്ക് പറയാം. പിന്നെ അടുത്ത് വയർലെസ് ചാർജറാണ്. അത് ശരിക്കും ഇവർ കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. 15 വാട്ട് വയർലെസ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഫാസ്റ്റ് ചാർജിങ് ഒന്നുമല്ല. 15 വാട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്ലോ ചാർജിങ് ആണ്. പിന്നെ നിങ്ങളുടെ ഫോണിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ ജസ്റ്റ് നമുക്ക് കാണിക്കാനുള്ളൊരു ഫീച്ചർ പോലെ തന്നെ പറയാൻ പറ്റുന്നത്. അത് ഇവരുടെ മാത്രമല്ല, ഞാൻ എല്ലാ വണ്ടികളിലും ഈ വയർലെസ് ചാർജറിൻ്റെ കേസ് അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. പിന്നെ ഇതിൽ നല്ലൊരു അപ്ഗ്രേഡ് വന്നിരിക്കുന്ന ആംബ്രസ്റ്റിൻ്റെ കേസിലാണ്. C3 എയർ ക്രോസിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ആംബ്രസ്റ്റ് വളരെ മോശമായിരുന്നു. നമുക്ക് ഡ്രൈവർ സൈഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല അത് ആ സീറ്റിലായിട്ട് ഫിക്സ്ഡ് ആയിരുന്നു. അതായത് നമുക്ക് പൊക്കാനും താത്താനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ അത് കുറച്ച് എർഗണോമിക്കലി പ്രശ്നങ്ങളായിരുന്നു. നമുക്ക് ഹാൻഡ് ബ്രേക്ക് മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിപ്പോൾ ഫിക്സഡ് ആംബ്രസ്റ്റ് ആണെന്ന് പറയാം. സെൻറ്റർ കൺസോളിലാണ് വെച്ചിരിക്കുന്നത്. ഡ്രൈവറിനും കോ ഡ്രൈവറിനും ഈക്വലായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമുക്കത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് ഇടുന്ന കാര്യത്തിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പം AC വെൻസ് ഇപ്രാവശ്യം അവർ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് റോ പാസഞ്ചേഴ്സിന് വേണ്ടി. പണ്ട് C3 എയർ ക്രോസിൽ 7 സീറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ AC വെൻസ് കിട്ടും. പക്ഷേ 5 സീറ്റർ എടുക്കുകയാണെങ്കിൽ ബാക്കിൽ AC വെൻസ് ഇല്ല. അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഫൈനലി അവർ അതും മാറ്റി 5 സീറ്ററിൽ 7 സീറ്ററിൽ രണ്ടിലും ഈ ഒരു AC വെൻസ് അവൈലബിൾ ആണ്. ഇൻഫാക്ട് നിങ്ങൾ 7 സീറ്റർ എടുക്കുകയാണെങ്കിൽ റൂഫ് മൗണ്ടഡ് AC വെൻസ് ബാക്കിലുള്ളവർക്ക് തേർഡ് റോയിൽ ഇരിക്കുന്നവർക്ക് കിട്ടും. അതുപോലെ സെക്കൻഡ് റോയിൽ ഇരിക്കുന്നവർക്ക് ഈ നടുവിലുള്ള AC വെൻസും കിട്ടും. അതും നല്ലൊരു ടച്ചാണ്. പിന്നെ നമുക്ക് ബാക്കിൽ ഇതിൻ്റെ അകത്ത് ആംബ്രസ്റ്റ് അവൈലബിൾ ആണ്. അതിപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്നു. C3 എയർ ക്രോസിൽ പണ്ട് 7 സീറ്റർ എടുക്കുകയാണെങ്കിൽ ബാക്കിൽ ആംബ്രസ്റ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മൊത്തത്തിൽ മാറ്റി അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഗ്രേഡ് വന്നിരിക്കുന്ന പവർ വിൻഡോ സ്വിച്ചസ് ആണ്. ഇതും എനിക്കറിയാം നിങ്ങൾക്ക് കുറച്ച് ചൈൽഡിഷ് ആയിട്ട് തോന്നുമായിരിക്കും. ഇപ്പോൾ 4 പവർ വിൻഡോസ് ഡ്രൈവർ സൈഡിൽ കൊടുക്കുക, ബാക്കിൽ ഇൻഡിവിജ്വൽ ഡോറിൽ തന്നെ പവർ വിൻഡോ കൊടുക്കുക എന്നൊക്കെ പറയുന്നൊരു സംഭവമാണോ എന്നൊക്കെ. പക്ഷേ എന്തായാലും ഇവരത് കൊടുത്തിട്ടില്ലായിരുന്നു. നമുക്ക് സെൻറ്റർ കൺസോളിൽ ആ നടുവിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ ബാക്കിലായിട്ടായിരുന്നു പവർ വിൻഡോ സ്വിച്ച് ബാക്കിലേക്കുള്ളത് ആദ്യം വന്നുകൊണ്ടിരുന്നത്. അത് ഈവൻ C3 അവർ കൊടുത്തു. ഓക്കെ, C3 എയർ ക്രോസിൽ അങ്ങനെ കൊടുക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ അതിൻ്റെ അകത്ത് അങ്ങനെ തന്നെയാണ് വന്നത്. ഇപ്പോൾ 2 വണ്ടികളിലും അത് മാറിയിട്ടുണ്ട്. നമുക്ക് നോർമൽ കൺവെൻഷനലായിട്ട് എവിടെയാണോ പവർ വിൻഡോ സ്വിച്ചസ് ഉണ്ടായിരുന്നത് അവിടെ തന്നെയാണ് ഇപ്പോൾ
വരുന്നത്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ അവർ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി എന്ന് ഞാൻ പറഞ്ഞ വെറുതെ അല്ല. നമുക്കിപ്പോൾ എല്ലാ വേരിയൻസിലും അതും C3 ആയിക്കോട്ടെ, അവരുടെ എൻട്രി ലെവൽ C3 ഹാച്ച് ആണെങ്കിൽ പോലും 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, അത് ABS-CBD ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഹിൽ ഹോൾഡ് അസിസ്റ്റ് തുടങ്ങിയ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇപ്പോൾ Citroen അവരുടെ വണ്ടികളിൽ കൊടുക്കുന്നുണ്ട്. സോ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തന്നെ പറയാം. പണ്ട് അവരുടെ C3യുടെ ക്രാഷസ് ഒക്കെ നടത്തിയ സമയത്ത് ഫെയിൽ ആവേണ്ട റീസൺ അതിൻ്റെ ESP അല്ലെങ്കിൽ അങ്ങനെ ഭൂരിഭാഗം ഒരു സേഫ്റ്റി ഫീച്ചേഴ്സും ഇല്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ എന്തായാലും അതൊക്കെ ഉള്ളതുകൊണ്ട് അറ്റ്ലീസ്റ്റ് സേഫ്റ്റി ക്രാഷ് ടെസ്റ്റിൽ ഡീസൻ്റ് ആയിട്ടെങ്കിലും സ്കോർ ചെയ്യും നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന C3 എയർക്രോസിനെ പറ്റിയാണെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഞാനവിടെ C3യുടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് C3യും കൂടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് വാഹനത്തിൻ്റെ ലുക്ക് വരുന്നത്. എക്സ്റ്റീരിയറിൽ അങ്ങനെ പറയത്തക്ക വലിയ ഡിഫറൻസ് ഇല്ല. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു സംഭവം മാറിയത്, അതായത് C3യിലും LED പ്രൊജക്ടർ ലൈറ്റ്സ് വന്നു എന്നുള്ളൊരു അപ്ഗ്രേഡ് പറയാം. ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. അലോയ്സിൻ്റെ ഡിസൈനൊക്കെ രണ്ട് വണ്ടികളിലും സെയിം ആണ്. അതുപോലെ നമ്മുടെ OR ബീംസ് അത് ഇതിൻ്റെ അകത്തും ഇലക്ട്രിക് ഫോൾഡിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ ഫ്ലിപ്പ് കീ വന്നിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓട്ടോ AC അകത്ത് വന്നിട്ടുണ്ട്. സോ ബേസിക്കലി മറ്റേ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്ന ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തും ക്യാരി ഓവർ ചെയ്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു വലിയ സംഭവം ഒരു മാറ്റി. ഇത്രയും കാലം നമുക്ക് C3യിൽ ഒരു മോണോക്രോം ചെറിയ ഡിസ്പ്ലേ ആയിരുന്നു ഉണ്ടായിരുന്നു. 5 ഇഞ്ച് എന്താണ്ടായിരുന്നു എൻ്റെ സൈസ്. നമുക്ക് പഴയ വാച്ചിലൊക്കെ കിട്ടില്ല, ഡിജിറ്റൽ വാച്ചിൽ, അതുപോലത്തെ ഒരു വളരെ ചീപ്പ് ലുക്കിംഗ് ഡിസ്പ്ലേ ആയിരുന്നു. ഇപ്പോൾ ഫൈനലി അത് മാറ്റി നമ്മുടെ C3 എയർക്രോസിലും ബസാൾട്ടിലൊക്കെ വരുന്ന സെയിം 7 ഇഞ്ചസിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് കളർ TFT ഡിസ്പ്ലേ ആണ്, കാണാൻ അത്യാവശ്യം നല്ലതാണ്. താങ്ക്ഫുള്ളി അവരത് മാറ്റി. മറ്റേത് ആ വണ്ടിയിൽ ഭയങ്കര ഔട്ട് ഓഫ് പ്ലേസ് ആയിരുന്നു. നമുക്ക് ഡാഷ്ബോർഡിൻ്റെ ഡിസൈനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തോന്നുമെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നുമായിരുന്നു. ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ വണ്ടികളിൽ അപ്ഡേറ്റ്സ് വരുന്നത്. ഡാഷ്ബോർഡിൻ്റെ ഡിസൈനിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പഴയ വണ്ടിയുടെ ഡാഷ്ബോർഡ് ഡിസൈനാണ്. കാരണം അതിൽ വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ബാക്കി അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് കാണില്ല. അത് എന്തായാലും ആഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസ് ഈ രണ്ട് വണ്ടികളും സെയിം ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് നമുക്ക് 1.2 ടർബോ പെട്രോൾ ഉണ്ട്, 1.2 NA പെട്രോൾ ഉണ്ട്. C3 എയർക്രോസിൽ അവർ അപ്ഡേറ്റഡ് മോഡൽ 1.2 NA ഒന്നും എന്തായാലും ആഡ് ചെയ്തിട്ടില്ല. 1.2 ടർബോ മാത്രമേ അതിൻ്റെ അകത്ത് ഇപ്പോഴും ഉള്ളൂ. നമുക്ക് 110 PS പവറും 190 Nm ടോർക്കുമാണ് മാനുവലിൽ കിട്ടുന്നത്. 205 Nm ടോർക്ക് ഓട്ടോമാറ്റിക്, 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ് അതിൽ വരുന്നത്. അത് കൊടുത്തിട്ടുണ്ട്. എനിക്കിവർക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി എന്ന് ഇപ്രാവശ്യം തോന്നിയൊരു സംഭവം C3യിൽ ഓട്ടോമാറ്റിക് കൊടുത്തില്ല എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ആ ടർബോ പെട്രോളിന് കൂടെയെങ്കിലും അവർക്ക് C3യിൽ ഇപ്രാവശ്യം ഓട്ടോമാറ്റിക് കൊടുക്കായിരുന്നു. അതവർ നമ്മുടെ ബസാൾട്ടിലും എയർക്രോസിലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ NAയിൽ ഇല്ലെങ്കിലും മറ്റേൻ്റെ അകത്ത് കൊടുത്തിരുന്നെങ്കിൽ അത് ഒരു അറ്റ്ലീസ്റ്റ് ഓട്ടോമാറ്റിക് ഉണ്ട് എന്നെങ്കിലും പറയായിരുന്നു. പക്ഷെ അതും ഇപ്രാവശ്യം വന്നിട്ടില്ല. ചിലപ്പോൾ അവർ NAയ്ക്ക് വേണ്ടി കൂടെ ഓട്ടോമാറ്റിക് ഡെവലപ്പ് ചെയ്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കാനായിരിക്കും. ഇങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ വളരെ ലേറ്റായി. വണ്ടി ഇറക്കിയിട്ട് 2 വർഷമായി C3, എന്നിട്ട് ഓട്ടോമാറ്റിക് വന്നില്ല എന്ന് പറയുന്നത് വളരെ മോശമാണ്. അത് മാത്രമേ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. പിന്നെ Citroen അവരുടെ മൊത്തത്തിലുള്ള സ്ട്രാറ്റജി ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയുള്ളത് മാറ്റിയിട്ടുണ്ട്. പണ്ട് ചീപ്പായിട്ട് അഫോർഡബിൾ ആയിട്ട് ഫീച്ചേഴ്സൊക്കെ കുറഞ്ഞ വണ്ടികൾ ഇറക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പരിപാടി. ഇപ്പോൾ അത് മാറ്റി എല്ലാ വണ്ടികളിലും ഫീച്ചേഴ്സ് കൊടുത്തു. ബസാൾട്ടിന് മാത്രമല്ല, പിന്നെ അവരുടെ ഈ C-Cube പ്ലാറ്റ്ഫോം, അതായത് നമ്മുടെ CMF കോമൺ മോഡൽ പ്ലാറ്റ്ഫോം എന്നാണ് അവർ പറയുന്നത്. ആ പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടികളിലുള്ള പേരും ഇനി മാറ്റും. ആദ്യം ഈ C3 എയർക്രോസ് ഇങ്ങനത്തെയുള്ള പേരുകളൊന്നും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വർക്ക് ചെയ്യില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ശരിക്കും ഇന്റർനാഷണലി അവരുടെ കൂപ്പ SUVസിനെ ഇപ്പോൾ ഇന്ത്യയിൽ അവരുടെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് വരികയാണെങ്കിൽ ബസാൾട്ടിൻ്റെ പേര് C3X എന്നായിരിക്കും. പക്ഷെ അത് മാറ്റിയിട്ട് അവരൊരു പ്രോപ്പർ ആയിട്ടുള്ള പേരിട്ടു, ബസാൾട്ട് എന്ന് പറഞ്ഞ്. അതൊക്കെ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ച് പറ്റാനുള്ള നല്ലൊരു നീക്കമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.